നോർത്ത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഗുജറാത്ത്, മധ്യപ്രദേശ്, പഞ്ചാബ് ആര്യാവർത്തം എന്ന് പറയും. പണ്ടത്തെ ഒരു നാട്ടുരാജ്യം എന്ന് പറയാം. ആ രാജാക്കന്മാർ ഭരിക്കുന്ന സ്ഥലം, ആര്യന്മാർ കുടിയേറി പാർത്ത സ്ഥലം. ഇപ്പോഴത്തെ പാകിസ്ഥാനൊക്കെ അന്ന് ആര്യാവർത്തത്തിൻ്റെ ഭാഗം. ആര്യാവർത്തം ഇതൊക്കെ നമ്മൾ ഗൂഗിൾ ചെയ്തപ്പോഴും ഉണ്ട് നമ്മളെ കഥകളിൽ പറയുന്നത്. ഈ ആര്യാവർത്തത്തിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഏത് കഥയിലും അങ്ങനെയാണല്ലോ പറയുക. ഇതിനൊക്കെ ഈ കലികാലത്തിനൊക്കെ മുമ്പാണ്. ഈ രാജാവിൻ്റെ പേര് ചിത്രവർമാവ് എന്നാണ്. ഈ ചിത്രവർമാവ് മഹാബലിയെ പോലെ. എന്താ മഹാബലിയുടെ പ്രത്യേകത? കള്ളവുമില്ല, ചതിയുമില്ല, അതന്നെ സംഭവം. യാതൊരു തെറ്റുകളും ആരും ചെയ്യില്ല. ധർമ്മശാസ്ത്ര അനുസരണം അദ്ദേഹം എന്ത് ചെയ്തു? രാജ്യം ഭരിച്ചു. സുന്ദരമായ രാജ്യഭരണം. ഇത്രയും ഏരിയ ഉണ്ട് പറയുമ്പോൾ. ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം നോർത്ത് ഇന്ത്യയുടെ ഒരു ഭാഗം മൊത്തമുണ്ട്, പാകിസ്ഥാൻ അടക്കം. അങ്ങനെ ആര്യാവർത്തത്തിൽ ഇദ്ദേഹം സുഖമായ ഭരണം നടത്തി. അതുകൊണ്ട് എന്തില്ല, ആരെയും പീഡിപ്പിക്കുന്നില്ല, കള്ളം പറയുന്നില്ല, കള്ളന്മാരില്ല, മോഷ്ടാക്കളില്ല, ആരുമില്ല, എല്ലാം കൊണ്ട് സുഖം. നീതിശാസ്ത്രത്തിലൂടെ അദ്ദേഹം ധർമ്മം അറിഞ്ഞുകൊണ്ട് വേണം ഒരു രാജാവ് രാജ്യം ഭരിക്കാൻ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പ്രജകൾക്ക് സുഖം ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളവിടെ എന്താ, രമ വീണു, വയ്യ, അവർക്ക് തീരെ വയ്യ, കിടക്കാൻ ചൂടുകൊണ്ട് ഒരു AC വെച്ചു. പിറ്റേ ദിവസം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പെൻഷൻ കട്ട് ചെയ്തു. പെൻഷൻ കൊണ്ടാണ് അത് അരി വാങ്ങിപ്പോണത്. അതിന് വയ്യാഞ്ഞിട്ട് നാട്ടുകാർ പിരിവെടുത്ത് വെച്ചു കൊടുത്തതായാലും അത് പാടില്ല. അങ്ങനത്തെ നിയമങ്ങളൊന്നും ആയിരുന്നില്ല എന്നർത്ഥം. പ്രജകളെ ഉപദ്രവിക്കാത്ത ഭരണം, സുന്ദരമായ ഭരണമായിരുന്നു.